വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. ഓർഗനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പോപ്പുലേഷനെ കുറിച്ചാണ്. Population is a group of individuals of the same species competing for similar resources and live in a particular geographical area. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന ഒരേ സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽസിന്റെ കൂട്ടത്തിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനിസം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അതേ സ്പീഷീസിൽപ്പെട്ട ഒരുപാട് ഓർഗനിസത്തിന്റെ കൂട്ടത്തിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറെ ഇൻഡിവിജ്വൽസ് ചേർന്നതാണ് പോപ്പുലേഷൻ. എക്സാമ്പിൾ, ഇപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ അല്ലേ, നമുക്കറിയാം ഹ്യൂമൻ പോപ്പുലേഷൻ. അതുപോലെ ടൈഗേഴ്സ് ഇൻ എ ഫോറസ്റ്റ്, ബാക്ടീരിയ ഇൻ എ കൾച്ചർ മീഡിയ, ലോട്ടസ് പ്ലാന്റ്സ് ഇൻ എ പോണ്ട്. ഇപ്പോൾ ഒരു പോണ്ടിൽ എത്ര ലോട്ടസ് പ്ലാന്റ്സ് ഉണ്ട്, ആ ലോട്ടസ് പ്ലാന്റ്സിന്റെ പോപ്പുലേഷൻ, ആ പോണ്ടിലുള്ള ലോട്ടസ് പ്ലാന്റ്സിന്റെ പോപ്പുലേഷൻ. അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിലുള്ള ടൈഗേഴ്സിന്റെ പോപ്പുലേഷൻ, ടീക്ക് വുഡ് ട്രീസ് ഇൻ എ ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റിലുള്ള ടീക്ക് വുഡ് ട്രീസ് ആണ് അതിനകത്തുള്ള ടീക്ക് വുഡ് ട്രീസ്, അതാണ് പോപ്പുലേഷൻ. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ഓർഗനിസത്തിന്റെയും ഇൻഡിവിജ്വൽസിന്റെയും ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഇൻ എൻ ഏരിയ ഈസ് നെവർ കോൺസ്റ്റന്റ് because the number of individuals in the population will differ from time to time. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പോപ്പുലേഷൻ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള പാർട്ടിസിപ്പൻസിന്റെ എണ്ണം, അതിനകത്തുള്ള ഇൻഡിവിജ്വൽസിന്റെ എണ്ണം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലത്തിനനുസരിച്ച്, ടൈമിനനുസരിച്ച് അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പോപ്പുലേഷൻ ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, പോപ്പുലേഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എ പോപ്പുലേഷൻ ഹാസ് സർട്ടൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇപ്പോൾ പോപ്പുലേഷന് ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ട്. പോപ്പുലേഷനുള്ള ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസിനെ നമ്മൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നു. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, പോപ്പുലേഷന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. An individual has birth and death, but a population has birth rate and death rate. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ അതിന് ബർത്ത് ഉണ്ട്, ഡെത്ത് ഉണ്ട്. ബട്ട് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ അതിന് നമ്മൾ ജനനം മരണം എന്നല്ല പറയുന്നത്, ജനന നിരക്ക്, മരണനിരക്ക്, ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയും. The major population attributes are birth rate, death rate, sex ratio, age distribution and population size. ഒരു പോപ്പുലേഷന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. മേജർ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ആർ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, sex ratio, age distribution and population size. ഇത്രയുമാണ് മേജർ ആയിട്ടുള്ള പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോപ്പുലേഷൻ സൈസ്. In a population, the birth rate and death rate are expressed by the increase or decrease the number of members in the population. ഒരു പോപ്പുലേഷനിലുള്ള ആ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ നമ്പർ അത് നോക്കിയിട്ടാണ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് കണക്കാക്കുന്നത് ആ പോപ്പുലേഷനിലുള്ള മെമ്പേഴ്സിന്റെ നമ്പർ നോക്കിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, in a pond there were 30 lotus plants in last year. 30 ലോട്ടസ് പ്ലാന്റ്സ്, ഒരു കുളം, ആ കുളത്തില് 30 ലോട്ടസ് പ്ലാന്റ്സ് ഉണ്ട്. ലോട്ടസ് എന്ന് പറയുന്നത് എന്താ? താമര. അപ്പൊ ലോട്ടസ് പ്ലാന്റ്സ്, 30 ലോട്ടസ് പ്ലാന്റ്സ് ആ പോണ്ടിൽ ഉണ്ടായിരുന്നു. 6 ലോട്ടസ് പ്ലാന്റ്സ് ആർ ആഡഡ് ദിസ് പോപ്പുലേഷൻ ബൈ
റീപ്രൊഡക്ഷൻ. ലാസ്റ്റ് ഇയറിൽ 30 ലോട്ടസ് പ്ലാന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇയർ ആയപ്പോൾ അതിനകത്ത് ഒരു 6 ലോട്ടസ് പ്ലാന്റ്സ് ആഡ് ചെയ്തു. പുതിയതായിട്ട് 6 കൂടി അതിനകത്ത് വന്നു എന്ന്. അപ്പോൾ നൗ ദ കറന്റ് പോപ്പുലേഷൻ ഈസ്, ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാണ്? കഴിഞ്ഞ വർഷം 30 ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ ഒരു 6 കൂടി പുതിയതായിട്ട് 6 പ്ലാന്റ് കൂടി വന്നു. അപ്പോൾ ഇപ്പോഴത്തെ കറന്റ് പോപ്പുലേഷൻ ഈസ് 36 ലോട്ടസ് പ്ലാന്റ്സ് അല്ലേ? ഇപ്പോഴത്തെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 36 ലോട്ടസ് പ്ലാന്റ് ഉണ്ട്. ഇനി അപ്പൊ നമ്മൾ ഇതിനകത്ത് ബർത്ത് റേറ്റ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ബർത്ത് റേറ്റ് കാണുന്നത്, ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു number of individuals added by initial size of population. Birth rate is equal to number of individuals added divided by initial size of the population. അപ്പോൾ number of individuals added എത്രയാണ് പുതുതായിട്ട് ആഡ് ചെയ്തത്? 6 divided by initial size of population. ആദ്യം ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എത്രയാണ്? 30. അപ്പൊ ആൻസർ എത്രയായി? 0.2 per year. ഒരു ഇയറിലാണ് 0.2 വെച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ബർത്ത് റേറ്റ് ഇവിടെ 0.2 per year. മനസ്സിലായോ എങ്ങനെയാണെന്ന്? അപ്പോൾ ബർത്ത് റേറ്റ് നമ്മൾ ഇങ്ങനെയാണ് ബർത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ എത്രയാണോ അതിൽ നിന്ന് പുതിയതായിട്ട് ആഡ് ചെയ്തത് എത്രയുണ്ടോ, ഇപ്പോഴത്തെ കറന്റ് പോപ്പുലേഷൻ എത്രയാണോ, അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ആ പുതുതായിട്ട് വന്നിരിക്കുന്നത്. അത് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ആദ്യം ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എത്രയാണ്, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബർത്ത് റേറ്റ് കണക്കാക്കാൻ പറ്റും. Another example, in a laboratory there were 80 Drosophila flies അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈസ്. ഒരു ലബോറട്ടറിയിൽ 80 ഫ്രൂട്ട് ഫ്ലൈസ്, പഴയിച്ച ഫ്രൂട്ട് ഫ്ലൈസ് 80 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. and 8 fruit flies died after a week. ഒരു ആഴ്ച കഴിഞ്ഞപ്പോ 8 എണ്ണം ചത്തുപോയി. മനസ്സിലായോ? അപ്പോ തുടക്കത്തിൽ 80 ഉണ്ടായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞപ്പോ 8 എണ്ണം ഡൈഡായി. അപ്പോ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാണ്? കറന്റ് പോപ്പുലേഷൻ ഈസ് 72 അല്ലേ? ആദ്യം 80 ഉണ്ടായിരുന്നു, ഇപ്പൊ അതിൽ നിന്ന് 8 എണ്ണം പോയി. അപ്പോൾ കറന്റ് പോപ്പുലേഷൻ ഈസ് 72. അപ്പോൾ ഡെത്ത് റേറ്റ്, ഇവിടെ ഡെത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡൈഡ്. Number of individuals died divided by initial size of the population. The number of individuals died divided by initial size. ഇവിടെ died ആയത് എത്രയാണ്? 8. 8 divided by initial size 80. That's equal to 0.1 per week. ഇവിടെ ഒരാഴ്ചയാണ് സമയം. ഡ്രോസോഫില എന്ന് പറയുന്നത് അധികം നാളൊന്നും അതിന് ലൈഫ് സ്പാൻ ഇല്ല, അപ്പൊ പെട്ടെന്ന് അത് ഡൈഡ് ആവും. അങ്ങനെയുള്ളതാണ് ഈ ഡ്രോസോഫില അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡെത്ത് റേറ്റ് കണക്കാക്കുന്നു. ഡെത്ത് റേറ്റ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡൈഡ് ഡിവൈഡ് ബൈ ഇനിഷ്യൽ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ. ആദ്യം ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എത്രയാണോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡെത്ത് റേറ്റ്. അപ്പൊ എങ്ങനെയാണ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് കണക്കാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പോപ്പുലേഷന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹ്യൂമൻ പോപ്പുലേഷൻ അല്ലേ, ഇന്ത്യയിലെ പോപ്പുലേഷൻ. അപ്പോൾ ഒരു സ്ഥലത്തുള്ള നമ്മുടെ ഇവിടെയുള്ള പോപ്പുലേഷൻ, ഇപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ പറയാം. അല്ലെങ്കിൽ ടൈഗേഴ്സ് ഇൻ എ ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റിലുള്ള ടൈഗറിന്റെ എണ്ണം. ലോട്ടസ് പ്ലാന്റ്സ് ഇൻ എ പോണ്ട്, ഒരു പോണ്ടിൽ എത്ര ലോട്ടസ് പ്ലാന്റ്സ് ഉണ്ട്. ബാക്ടീരിയ ഇൻ എ കൾച്ചർ പ്ലേറ്റ്, ഒരു കൾച്ചർ പ്ലേറ്റിലുള്ള ബാക്ടീരിയ. അതുപോലെ കൊമറൻസ് ഇൻ എ വെറ്റ് ലാൻഡ്. കൊമറൻസ് എന്ന് പറയുന്നത് കടൽ കാക്ക.
കടൽ കാക്ക, നീർക്കാക്ക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് കൊമറൻസ്. ഇപ്പോൾ കൊമറൻസ് ഇൻ എ വെറ്റ്ലാൻഡ്, ടൈഗേഴ്സ് ഇൻ എ ഫോറസ്റ്റ്, ടീക്ക് വുഡ് ട്രീസ് ഇൻ എ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിലുള്ള ടീക്ക് വുഡ് ട്രീസിന്റെ പോപ്പുലേഷൻ എത്ര എണ്ണം? അപ്പോൾ ഇങ്ങനെയാണ് പോപ്പുലേഷൻ. അപ്പോൾ കുറേ ഇൻഡിവിജ്വൽസിന്റെ കൂട്ടത്തിനെയാണ്, ഒരേ സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽസിന്റെ കൂട്ടത്തിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. Another attribute of a population is sex ratio. The second attribute of population is sex ratio. An individual is either male or female. ഒരു ഇൻഡിവിജ്വൽ ഒന്നുകിൽ മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ബട്ട് എ പോപ്പുലേഷൻ ഹാസ് സെക്സ് റേഷ്യോ. ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സ് നമ്മൾ എങ്ങനെ പറയുന്നത്? ഒന്നുകിൽ മെയില് അല്ലെങ്കിൽ അത് ഫീമെയില്, ഒന്നുകിൽ ആണല്ലെങ്കിൽ അത് പെണ്ണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ പറയുന്നത്. പക്ഷേ ഒരു പോപ്പുലേഷൻ വരുമ്പോൾ വെറുതെ ആണ് പെണ്ണ് എന്ന് പറയാതെ നമ്മൾ അവിടെ സെക്സ് റേഷ്യോ, അപ്പോഴാണ് റേഷ്യോ വരുന്നത്. ഫോർ എക്സാമ്പിൾ 60% of females, 60% of the population are female. 60% of the population are female. 40%, 60% ഫീമെയിൽ ആയപ്പോൾ 40% മെയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു റേഷ്യോ വരുന്നു. അപ്പോൾ ഇങ്ങനെ സെക്സ് റേഷ്യോ ആയിട്ടാണ് നമ്മളൊരു പോപ്പുലേഷനിൽ പറയുന്നത്. ഇൻഡിവിജ്വലില് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ്, ആ റേഷ്യോയിലാണ് പറയുന്നത്. അപ്പോൾ 60% ഫീമെയിൽ അല്ലെങ്കിൽ അപ്പോൾ 40% മെയിൽ, ഇങ്ങനെ റേഷ്യോയിൽ പറയുന്നത്. അതാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ഈസ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. The individuals in a population can be divided into 3 ecological age groups. ഒരു പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസ്, കുറേ ഇൻഡിവിജ്വൽസിന്റെ കൂട്ടമാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഡിവിജ്വൽസിനെ നമ്മൾ 3 തിരിക്കുന്നു, 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. അപ്പോൾ ഒരു പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസിനെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള ആൾക്കാർ, കഴിവുള്ള ഇൻഡിവിജ്വൽസ്, അതാണ് റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷന് മുമ്പ്, അതായത് റീപ്രൊഡക്ഷൻ നടത്താനുള്ള ആ കഴിവിലോട്ട് അവർ എത്തിച്ചേർന്നിട്ടില്ല, അതിന് മുമ്പുള്ളവർ. ദാറ്റ് മീൻസ് ചിൽഡ്രൻ, കുട്ടികളാണ്. അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് പറ്റാത്തവർ, അതാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് റീപ്രൊഡക്റ്റീവോ? റീപ്രൊഡക്ഷന് ശേഷം, അതായത് റീപ്രൊഡക്ഷൻ നടത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ, അതായത് എന്താണ്? ഓൾഡ് ഏജിലുള്ളവർ, മനസ്സിലായ? വയസ്സായ ആളുകൾ. അപ്പൊ അതാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. അപ്പോൾ കുട്ടികള്, റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ളവര്, പ്രായമായവർ, ഇങ്ങനെ 3 നമ്മൾ ഇതിനെ തിരിക്കുന്നു. അതാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഏത് പോപ്പുലേഷൻ എടുത്താലും അതിനകത്ത് ഇങ്ങനെ 3 വിഭാഗം ആൾക്കാരുണ്ട്. പ്രീ റീപ്രൊഡക്റ്റീവ്, അതായത് വെജിറ്റേറ്റീവ് ഫേസ്. ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസ് വരുവാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനസെൻസ് ഫേസ്. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ അങ്ങനെ. അപ്പൊ ഇങ്ങനെ 3 ഇക്കോളജിക്കലി നമ്മൾ 3 ഗ്രൂപ്പായിട്ട് അവരെ തിരിച്ചിട്ടുണ്ട്, വയസ്സനുസരിച്ച്. അതാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഏജ് അനുസരിച്ചാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 3 ഗ്രൂപ്പ് ഏതൊക്കെയാണ്? പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. If the age distribution is plotted for the population, we will get an age pyramid. അപ്പോൾ ഇത് ഈ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഈ ഇൻഡിവിജ്വൽസ്, ഈ ഡിഫറെന്റ് ഏജിൽപ്പെട്ട ഈ ഏജ് ഡിസ്ട്രിബ്യൂഷനെ ഒരു ഗ്രാഫിലേക്ക് വരച്ചു കഴിഞ്ഞാൽ we will get an age pyramid. വരക്കുമ്പോൾ നമുക്കൊരു ഏജ്
പിരമിഡ് കിട്ടും എന്ന് പറഞ്ഞു. ദ ഷേപ്പ് ഓഫ് ദ പിരമിഡ് റിഫ്ലെക്ട്സ് ദ ഗ്രോത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പോപ്പുലേഷൻ, വെദർ ഇറ്റ് ഈസ് ഗ്രോയിങ് പോപ്പുലേഷൻ, സ്റ്റേബിൾ പോപ്പുലേഷൻ ഓർ എ ഡിക്ലൈനിങ് പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് ഒരു ഏജ് പിരമിഡ് കിട്ടും. ആ ഏജ് പിരമിഡിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ ഷേപ്പിൽ വെച്ച് നമുക്കറിയാം ആ പോപ്പുലേഷൻ ഒരു ഗ്രോയിങ് പോപ്പുലേഷൻ ആണോ, ഒരു ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണോ, ഒരു സ്റ്റേബിൾ പോപ്പുലേഷൻ ആണോ എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇത് 3 ഏജ് ഗ്രൂപ്പ്. നമുക്കറിയാം 3 ഏജ് ഗ്രൂപ്പ്: പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഇവിടെ ഈ ചരിച്ചിങ്ങനെ വരച്ചിരിക്കുന്നത് പ്രീ റീപ്രൊഡക്റ്റീവ്, കുത്തിട്ട് വരച്ചിരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കും. ഇത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, അതായത് വാർദ്ധക്യത്തിലുള്ളവര്. അപ്പോ ഇത് നമുക്ക് ഇത് നോക്കിക്കേ, 3നും 3 ഷേപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളിത് ഓരോ ഇതിന്റെയും കാൽക്കുലേറ്റ് ചെയ്ത് ഓരോതിന്റെയും എണ്ണം തിട്ടപ്പെടുത്തി അങ്ങനെ വരക്കുന്നതാണ്. അപ്പൊ ഇതിലെത്ര, 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 വയസ്സായവർ ഇത്ര, അങ്ങനെ ഒരു കണക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് അതനുസരിച്ച് വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ഇതാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതെന്ത് പോപ്പുലേഷൻ ആണ്? ഇറ്റ്സ് എ ഗ്രോയിങ് പോപ്പുലേഷൻ. ഇത് ഒരു ഗ്രോയിങ് പോപ്പുലേഷൻ, ഇത് സ്റ്റേബിൾ പോപ്പുലേഷൻ, ഇത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡിക്രീസിങ് പോപ്പുലേഷൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് മെമ്പേഴ്സ്. അപ്പോ ഇൻ എ ഗ്രോയിങ് പോപ്പുലേഷൻ ദ പ്രീ റീപ്രൊഡക്റ്റീവ് മെമ്പേഴ്സ് ആർ വെരി ഹൈ അല്ലേ? മറ്റതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രീ റീപ്രൊഡക്റ്റീവ് മെമ്പേഴ്സ്, അതായത് കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ കുട്ടികളായിട്ട് കൂടുതൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവര് വയസ്സായവരൊക്കെ പോയി കഴിഞ്ഞാലും ഇത്രയും കുട്ടികളുണ്ട്. അപ്പൊ അടുത്ത പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോൾ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടാവും അല്ലേ? കാരണം ഇവിടെ കുട്ടികൾ കൂടുതലുണ്ട്, അതുകൊണ്ട് പോപ്പുലേഷൻ കൂടി വരുന്നു. അതുകൊണ്ടാണ് ഇത് ഒരു ഗ്രോയിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ അവസാനത്തത് നോക്കിക്കേ, ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് വളരെ കുറച്ചാണ് അല്ലെ? കമ്പയർഡ് ടു പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഇവിടെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആണ് കൂടുതലായിട്ടുള്ളത്, പ്രീ റീപ്രൊഡക്റ്റീവ് ഇവിടെ കുറവാണ്. അപ്പോ ഇവരൊക്കെ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഡിക്ലൈനിങ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഈസ് ലെസ് ദാൻ ദി പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്, അല്ലെങ്കിൽ മറ്റ് റീപ്രൊഡക്റ്റീവിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറവാണ്. അതുകൊണ്ടാണത് ഒരു ഡിക്ലൈനിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഡിക്രീസിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് സ്റ്റേബിൾ പോപ്പുലേഷൻ. സ്റ്റേബിൾ പോപ്പുലേഷനിൽ ഏകദേശം എല്ലാ മെമ്പേഴ്സും ഏകദേശം ഒരു ഈക്വൽ നമ്പർ ആയിട്ടായിരിക്കും കാണുന്നത്. ഓൾമോസ്റ്റ് ഈക്വൽ നമ്പർ ആയിട്ട് കാണും ഈ സ്റ്റേബിൾ പോപ്പുലേഷൻ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പടം തന്നിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതേത് പോപ്പുലേഷൻ ആണ് അല്ലെങ്കിൽ ഇതേത് പോപ്പുലേഷൻ ആണ്. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം ഇത് എങ്ങനെയാണ് നോക്കുന്നതെന്ന്. മനസ്സിലായില്ല? പ്രീ റീപ്രൊഡക്റ്റീവ് കൂടുതലാണെങ്കിൽ അത് ഒരു ഇൻക്രീസിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു റൈസിങ് പോപ്പുലേഷൻ, ഗ്രോയിങ് പോപ്പുലേഷൻ ആയിരിക്കും. പ്രീ റീപ്രൊഡക്റ്റീവ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതൊരു ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഇങ്ങനെ ഏകദേശം ഒരേപോലുള്ളത് വന്നാൽ സ്റ്റേബിൾ പോപ്പുലേഷൻ. The next population attribute is population size, technically known as population density. The total number of individuals in a population per unit area in a particular time period is known as population size or population density. അപ്പോൾ ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിന്റെ എണ്ണം പെർ യൂണിറ്റ് ഏരിയ, ഒരു പ്രത്യേക ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ, അതായത് ഒരു കൃത്യ സ്ഥലത്ത്, ഒരേക്കർ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഒരു ഹെക്ടർ സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഇൻഡിവിജ്വൽസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസിന്റെ എണ്ണം, അത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ, അതായത് ആ ഏരിയയ്ക്ക് ഒരു യൂണിറ്റ്, നമ്മളൊരു ഹെക്ടർ അല്ലെങ്കിൽ
ഒരു ഏക്കർ എന്നൊക്കെ പറയില്ലേ. ഫോർ എക്സാമ്പിൾ 50 കോക്കനട്ട് ട്രീസ് ഇൻ എ ഹെക്ടർ. ഒരു ഹെക്ടറിൽ 50 കോക്കനട്ട് ട്രീസ് ഉണ്ട്. ഒരു ഹെക്ടറിൽ 50 ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം അല്ലേ. ബാക്കിയുള്ളിടത്ത് എത്ര ഉണ്ടാകും എന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പാടില്ലേ. ഒരു ഹെക്ടറിൽ ഒരു 50 കോക്കനട്ട് ട്രീസ് ഉണ്ട്. അപ്പോ ഒരു 100 ഹെക്ടറിൽ എത്ര എന്ന് നമുക്ക് നോക്കിയെടുക്കാം അല്ലേ. അങ്ങനെ ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഏരിയ കണക്കാക്കിയിട്ട് ആ ഏരിയയിൽ ഇത്ര, ആ യൂണിറ്റ് ഏരിയ, ആ പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ എത്ര എണ്ണം എന്ന് കണക്കാക്കുക. അങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുന്നത്. Sometimes the population density is calculated by its biomass instead of numbers. അപ്പോൾ ചില സമയത്ത് നമ്മൾ നമ്പർ അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ അതിൻ്റെ ബയോമാസ്, അതിൻ്റെ വെയിറ്റ്, ആകെ ഉള്ള മാസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ എൻ ഏരിയ ദർ ആർ 200 പാർത്തീനിയം പ്ലാന്റ്സ്. പാർത്തീനിയം പ്ലാന്റ്സ്, പാർത്തീനിയം എന്ന് പറയുന്നത് ഒരു തരം പ്ലാന്റ് ആണ്. കാരറ്റ് ഗ്രാസ് എന്നും അതിനെ പറയാറുണ്ട്. കാരറ്റ് ഗ്രാസ്, അതായത് കാരറ്റിന്റെ പോലെ ലീഫ് ഉള്ളത് കൊണ്ടാണ് കാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏരിയയിൽ 200 പാർത്തീനിയം പ്ലാന്റ്സ് ഉണ്ട്. ഇനി ആ ഏരിയയുടെ അകത്ത് ഒരു ഹ്യൂജ് ബാനിയൻ ട്രീ, ഒരു വലിയ ആൽമരവും നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ നമ്പർ വെച്ചാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏതിനാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ? പാർത്തീനിയം 200 ഉണ്ടല്ലേ. അപ്പൊ ആ പാർത്തീനിയത്തിനാണ് അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഈ പ്ലാന്റിനേക്കാൾ ഇമ്പോർട്ടൻസ് അവിടെ ഏതിനാണുള്ളത്? ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ആൽമരത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. കാരണം അതിനകത്ത് എത്രയോ ഇൻഹാബിറ്റൻസ്, എത്ര ജീവികൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇക്കോസിസ്റ്റം, ഒരു ഇക്കോളജിക്കലി നോക്കുമ്പോൾ അതിനാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്പറിന്റെ പകരം അവിടെ നമ്മൾ ബയോമാസ് നോക്കുന്നു. കാരണം ആ ബാനിയൻ ട്രീക്കാണ് മാസ് കൂടുതൽ. അവിടെ ഒരു ഏരിയ കവർ ചെയ്ത് ഒരു വലുതായിട്ട് നിൽക്കുന്നത് ആ ഒരു ബാനിയൻ ട്രീ ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ബയോമാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. If the population is very high and counting is not possible, we can measure only relative density. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ആ ഇൻഡിവിജ്വൽസിന്റെ എണ്ണം വളരെ അധികമായിരിക്കും. നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസരം വരുമ്പോൾ നമ്മൾ അവിടെ ആപേക്ഷികമായിട്ട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഡെൻസിറ്റി ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു കൾച്ചർ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു കൾച്ചർ പ്ലേറ്റിൽ ബാക്ടീരിയ വളർത്തുന്നു. ബാക്ടീരിയ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഒരു ലേക്കിലുള്ള ഫിഷസ്, ഒരു ലേക്കിൽ കുറേ ഫിഷസ് ഉണ്ട്. നമുക്ക് അതിനെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്? എണ്ണാൻ പറ്റുമോ? ഒരു ഫിഷിനെ ഇരുന്ന് എണ്ണാൻ പറ്റത്തില്ല. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യും? പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഫിഷസ് ഇൻ എ ലേക്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ കൗണ്ടിങ് ദി നമ്പർ ഓഫ് ഫിഷസ് കോട്ട് പെർ ട്രാപ്പ്. എത്ര ഓരോ ട്രാപ്പിലും ഓരോ പ്രാവശ്യം വലയിട്ടപ്പോൾ എത്ര ഫിഷിനെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഫിഷ് എണ്ണണമെന്നില്ല. നമുക്ക് ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വലയിട്ടപ്പോൾ ഒരു 3 ബാസ്ക്കറ്റ് മീൻ കിട്ടി. അടുത്ത പ്രാവശ്യം വലയിട്ടപ്പോൾ കുറവാണ് കിട്ടിയത്. അപ്പൊ നമുക്കറിയാം അവിടെ ആ ലേക്കിലുള്ള ഫിഷിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എണ്ണാൻ പറ്റാത്ത സമയത്ത്, ഒരുപാട് ഉള്ള സമയത്ത് ഇതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റി നോക്കുന്നു. മനസ്സിലായോ? അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ നമ്പർ എണ്ണണമെന്നില്ല, നമ്മൾ അതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഡെൻസിറ്റി ആണ് നോക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബ്ലഡിലുള്ള RBC കൗണ്ട് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? RBC കൗണ്ട് ചെല്ലുന്നു, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും അല്ലേ? അവിടെ എങ്ങനെയാണ് നോക്കുന്നത്? അവര് ഒരു ഡ്രോപ്പിലുള്ള അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ അതിൽ കാണാൻ പറ്റുന്ന അത്രയുള്ള ഭാഗത്തുള്ള ആ ബ്ലഡിൽ എത്ര സെല്ലുണ്ട്, എത്ര RBC ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ടാണ് അവര് അത് നോക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ എത്ര എണ്ണം എന്നറിയുന്നതിന് ഇതുപോലെ റിലേറ്റീവ് ആയിട്ടുള്ള ഈ ഡെൻസിറ്റിയാണ് നമ്മൾ നോക്കണം. അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം അല്ലേ? അപ്പൊ ഇത്രയും ഉണ്ടായിരിക്കും എന്ന് നമുക്ക്
അതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി നോക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം റിലേറ്റീവ് ഡെൻസിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. Sometimes population density can be calculated indirectly without seeing the member. അപ്പോൾ ചില സമയത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ ആ ഇൻഡിവിജ്വലിനെ കാണാതെ തന്നെ ആണ് അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, the census of tigers and elephants are based on counting the pug marks or fecal pellets. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസസ് ഓഫ് ടൈഗർ ആൻഡ് എലിഫന്റ്. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ അറിയാൻ സെൻസസ് എടുക്കാറില്ലേ? എന്താണ് സെൻസസ് എന്ന് പറഞ്ഞാൽ? ഒരു ഒഫീഷ്യൽ കൗണ്ട് ഓഫ് പോപ്പുലേഷൻ. അതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ കൗണ്ട്, അതാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സെൻസസ് ഓഫ് ടൈഗർ ആൻഡ് എലിഫന്റ്, എലിഫന്റിന്റെയും ടൈഗറിന്റെയൊക്കെ നമ്മൾ കാട്ടില്, ഇവിടെയുള്ള എലിഫന്റിന്റെ കാര്യമല്ല കേട്ടോ, കാട്ടിലൊക്കെയുള്ള കാട്ടാനകളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സെൻസസ് എടുക്കുന്നത്? അതിന്റെ മുമ്പിൽ പോയി ഇരുന്ന് എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിങ്ങനെ വന്നു പോകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അത് ദൂരെ നിന്ന് അത് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഫീക്കൽ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ആനയുടെ പിണ്ടം ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ടൈഗറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലയന് ടൈഗറൊക്കെ ആണെങ്കിൽ അതിൻ്റെ പഗ് മാർക്സ്, അതിൻ്റെ കാലടയാളം, അതിൻ്റെ അടയാളം പതിഞ്ഞിട്ടുണ്ടാവും അത് പോകുന്ന വഴിക്ക്. അത് എണ്ണി നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ആപേക്ഷികമായിട്ട്, നമുക്ക് കൃത്യമായിട്ടല്ല, ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു കണക്ക്, അതിനെ കാണാതെ തന്നെ, അതിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ അതിൻ്റെ ഈ കാൽപ്പാടുകൾ നോക്കി നമ്മൾ അറിയുന്നു ഇത്ര എണ്ണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഈ ഫീക്കൽ പെല്ലറ്റ്സ് നോക്കിയിട്ട്, അതിൻ്റെ എക്സ്ക്രീറ്റ നോക്കിയിട്ട് അത് എത്ര എണ്ണമാണെന്ന് തിട്ടപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരുപോലെ നമ്പർ അല്ല, ചിലപ്പോൾ പലതിനും പലതരത്തിലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പോപ്പുലേഷനെ കുറിച്ചാണ്. പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? താങ്ക് യു.